പ്രിയമുള്ളവരെ, ഇന്ന് പല ആളുകളെയും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ധാരാളം സമ്പത്തുണ്ടാകാം, നല്ല വീടുണ്ടാകാം, നല്ല വാഹനം, പക്ഷേ ഒരൊറ്റ കുറവ് മാത്രമാണ് പലരും പറയാറുള്ളത് പോലെ, നമ്മൾ കേൾക്കാറുള്ളത് പോലെ, എന്തുണ്ടായിട്ടെന്താ മനസ്സമാധാനമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന എത്രയോ സമ്പന്നരായ ആളുകൾ, എല്ലാവിധത്തും നല്ല നല്ല ബിസിനസ്സുകാരായിരിക്കുന്ന ആളുകൾ, അവർക്കൊരേ ഒരു അസുഖം മാത്രമേയുള്ളൂ, മനസ്സമാധാനമില്ല, മനസ്സിന് ശാന്തി ലഭിക്കുന്നില്ല. അതിനുള്ള മരുന്നിന് വേണ്ടി പല പല ആശുപത്രികളിൽ നെട്ടോട്ടമോടുമ്പോൾ ഒരിക്കലും മനസ്സമാധാനത്തിനുള്ളതായ മരുന്ന് ആശുപത്രികളിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ മനസ്സിന് ശാന്തി ലഭിക്കുന്ന മരുന്ന് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിലൂടെ നമ്മോട് സൂചിപ്പിക്കുകയാണ്, സഹോദരങ്ങളെ, അലാ അലാ അറിയണേ അറിയണേ എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞുകൊണ്ട് നമ്മോട് സൂചിപ്പിക്കുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് ശാന്തി ലഭിക്കണമെങ്കിൽ, ഹൃദയത്തിന് സമാധാനം ലഭിക്കണമെങ്കിൽ അതെന്തുകൊണ്ട് മാത്രമേ ഉള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കൽ കൊണ്ടാണെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സൂചിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് നിഅമത്ത് നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതം തന്നെ എടുത്തു പരിശോധിക്കുമ്പോൾ അല്ലാഹു നൽകിയതായ നിഅമത്തുകളെ നമുക്കൊരിക്കലും കണക്കാക്കാൻ സാധ്യമല്ല. അതും വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതായ നിഅമത്തുകളെ നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ എണ്ണി ക്ലിപ്തമാക്കാൻ സാധിക്കുകയില്ലെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിലൂടെ പറയുമ്പോൾ അല്ലാഹു നമുക്ക് നൽകിയതായ നിഅമത്തുകൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. എന്തിനേറെ പറയുന്നു, നമ്മൾ ഓരോ സെക്കൻഡിനും അകത്തേക്ക് വലിച്ചു പുറത്തേക്ക് തള്ളുന്നതായ ഓക്സിജന്റെ കാര്യം. ഓക്സിജൻ നമ്മൾ അകത്തേക്ക് വലിക്കുമ്പോൾ നമ്മൾ ശ്വസിച്ചുകൊണ്ട് അല്പസമയം നമ്മുടെ ആ ശ്വാസം ഒന്ന് നിലച്ചുപോയി കഴിഞ്ഞാൽ, അല്പസമയം നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചുപോയി കഴിഞ്ഞാൽ നമ്മളടുത്തുള്ളതായ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നും കൃത്രിമമായിട്ട് ഓക്സിജൻ സിലിണ്ടർ വെച്ചുകൊണ്ട് നമുക്ക് ഓക്സിജൻ നൽകുമ്പോൾ ഏകദേശം 1-2 മണിക്കൂർ കഴിയുന്ന സമയത്ത് ആ ഓക്സിജൻ നമ്മളിലേക്ക് ആ ഓക്സിജൻ പ്രവേശിപ്പിച്ച് നമ്മളുടെ നില നോർമലായി കഴിയുമ്പോൾ ഓക്സിജൻ വയറുകളുമെല്ലാം നമ്മിൽ നിന്നെടുത്ത് മാറ്റുമ്പോ ആശുപത്രി അധികൃതർ നമുക്ക് ബില്ല് തരുന്നു. ആ ബില്ല് നമ്മൾ വായിച്ചു നോക്കുമ്പോ 1200, 2000, 2500 തുടങ്ങുന്ന പലതരത്തിലുള്ളതായ ബില്ലുകൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരും പല വയസ്സുള്ളവരാണ്, പല ഏജുള്ളവരാണ്. 20 വയസ്സുള്ളവരുണ്ടാകാം, 30 ഉണ്ടാകാം, 50 ഉണ്ടാകാം, 60 ഉണ്ടാകാം, പല വയസ്സിലുള്ള ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് ഇത്രയും വയസ്സുവരെ നമ്മെ ജീവിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശ്വാസം തന്നുവെങ്കിൽ അത് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്ക് ശ്വസിക്കാനുള്ള വായു പടച്ച തമ്പുരാൻ തന്നപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ആശുപത്രിയിൽ നിന്നും കൃത്രിമമായിട്ട് ഓക്സിജൻ നമുക്ക് നൽകിയതിന് 2000-ഓ 3000-ഓ ബില്ല് ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാലം നമുക്ക് ശ്വസിക്കാനുള്ള വായു തന്നതിന് തമ്പുരാൻ ബില്ല് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എത്രയാ കൊടുക്കേണ്ടി വരിക? ചിന്തിച്ചു നോക്കൂ. അല്ലാഹു നമുക്ക് ഒരുപാട് നിഅമത്ത് നൽകി. നല്ല വീട്, നല്ല രീതിയിൽ നമ്മെ പടച്ചു, മക്കളെ തന്നു, ഭാര്യനെ തന്നു, മറ്റെല്ലാ അനുഗ്രഹങ്ങളും സമ്പത്ത് തന്നു, എല്ലാം തന്നു. പക്ഷേ തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? അല്ലാഹുവിന് വേണ്ടി എന്ത് ചെയ്തു?
ഇവിടെയാണ് അല്ലാഹുവിന് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു എന്ന് ചോദിക്കുമ്പോ പടച്ചവനെ എനിക്ക് വേണ്ടി ഞാൻ ദിക്ർ ചൊല്ലിയിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് പറയാൻ കഴിയണം. നമ്മൾ ഇവിടെ ഒരു ദിക്ർ ചൊല്ലിയതിന്റെ മജ്‌ലിസിൽ ദിക്ർ ചൊല്ലിയതിന് ശേഷമാണ് ഇവിടെ സംസാരിക്കുന്നത്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് ദിക്ർ ചൊല്ലുക എന്നുള്ളത്. മാത്രമല്ല മനസ്സമാധാനമില്ലായ്മ എന്ന അസുഖത്തിന് മനസ്സമാധാനം ലഭിക്കണമെങ്കിലും അതും ദിക്ർ കൊണ്ടാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. ആ ദിക്റിലൂടെ സ്വലാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തിക്കഴിയുമ്പോ അത് വളരെയധികം നമ്മുടെ ഉന്നതിയിലേക്ക് എത്താൻ നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്വലാത്തിന്റെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്റിനെ കുറിച്ച് പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പുള്ളതായ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ലത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്യമാണെന്ന് സഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ ദിക്ർ ചൊല്ലിയിട്ടാണ് നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചത്, ആ ദിക്ർ ചൊല്ലിയിട്ടാണ് നമ്മൾ ദുആ ചെയ്തത്. മാത്രമല്ല സ്വലാത്ത് ചൊല്ലി സ്വലാത്തിന്റെ മഹത്വം പറയുമ്പോഴോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിലൂടെ പറയുന്നു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും പ്രവാചകനായിരിക്കുന്ന നബിയുടെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഗുണം ചെയ്യുന്നു, സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സ്വലാത്ത് ഗുണമായി വർഷിക്കുമ്പോൾ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങളും ആ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കൂ എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞതായ ഞാനും എന്റെ മലക്കുകളും ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യമുണ്ടെങ്കിൽ അത് നബി തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. ആ സ്വലാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചരിത്രം ഓർമ്മ വരികയാണ്. മഹാനായിരിക്കുന്ന സുലൈമാനുൽ ജുസൂരി തങ്ങളും 12 ശിഷ്യന്മാരും കൂടി യാത്ര പോവുകയാണ്. സുലൈമാനുൽ ജുസൂരി തങ്ങളും 12 ശിഷ്യന്മാരും കൂടി യാത്ര പോകുമ്പോൾ പഴയ കാലത്ത് നടന്നുള്ള യാത്രയിൽ വെള്ളം നിറച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന സുലൈമാനുൽ ജുസൂരി തങ്ങളും 12 ശിഷ്യന്മാരും കൂടി യാത്ര പോകുമ്പോൾ വഴിയിൽ വെച്ച് അവരുടെ 2 തോൽപ്പാത്രത്തിലുണ്ടായിരുന്ന വെള്ളം അങ്ങ് തീർന്നുപോയി. സുലൈമാനുൽ ജുസൂരി തങ്ങൾക്ക് വുളൂ ചെയ്യണം, കുടിക്കാനുള്ള വെള്ളം വേണം, ശിഷ്യന്മാർക്ക് വുളൂ ചെയ്യണം, വെള്ളം കുടിക്കണം. പക്ഷേ വെള്ളം തീർന്നുപോയിരിക്കുകയാണ്. അങ്ങനെ വെള്ളം അന്വേഷിച്ചുകൊണ്ട് നോക്കിയപ്പോൾ അവരുടെ ചുറ്റുഭാഗത്തുള്ള ഒരു കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട്. പക്ഷേ വെള്ളം അടിയിലാണെന്ന് മാത്രം. വെള്ളം കോരിയെടുക്കാനുള്ള കയറ് ഇവരുടെ അടുക്കൽ ഇല്ലാതെ വന്നപ്പോൾ ചുറ്റുഭാഗത്ത് നോക്കിയപ്പോഴാണ് 6-7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവിടെ ആടിനെ നോക്കിക്കൊണ്ട് ആ പെൺകുട്ടി അവിടെ കളിച്ചിരിക്കുകയാണ്. സുലൈമാനുൽ ജുസൂരി തങ്ങൾ ആ പൊന്നുമോളോട് പറയുന്നു, മോളെ, ഞാനൊരു തങ്ങളാണ്, എന്റെ കൂടെയുള്ളത് എന്റെ ശിഷ്യന്മാരാണ്, ഞങ്ങൾ ഇങ്ങനെ യാത്ര പുറപ്പെട്ടതാണ് മോളെ. പക്ഷേ വഴിയിൽ വെച്ച് ഞങ്ങളുടെ വെള്ളം തീർന്നുപോയി. ഇപ്പോഴാണെങ്കിലോ 2 തോൽപ്പാത്രം ഞങ്ങളുടെ കരങ്ങളിലുണ്ട്. പക്ഷേ ഈ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട് പൊന്നുമോളെ. പക്ഷേ വെള്ളം കോരിയെടുക്കാനുള്ള കപ്പിയും കയറും ഞങ്ങളുടെ അടുക്കലില്ല. അതുകൊണ്ട് മോളെ, നിന്റെ വീട് ഇവിടെ അടുത്താണെങ്കിൽ നിന്റെ വീട്ടിൽ നിന്നൊരു കയറ് കൊണ്ടുവരികയാണ്, ഈ തോൽപാത്രത്തിൽ കെട്ടിയിട്ട് ഞങ്ങൾക്ക് വെള്ളം കോരി വുളൂ ചെയ്യാം, വെള്ളം കുടിക്കാം പൊന്നുമോളെ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് 6-7 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോള് പറയുകയാണ്, തങ്ങളെ, വെള്ളം കോരാൻ എന്തിനാ കയറിന്റെ ആവശ്യം? വെള്ളം കോരാൻ എന്തിനാ തങ്ങളെ കയറിന്റെ ആവശ്യം? നിങ്ങൾക്കുള്ള വെള്ളം ഞാനെടുത്തു തരാമെന്ന് പറഞ്ഞ് ആ പൊന്നുമോള് 6 വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നുമോള് കിണറിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് എന്തോ ചൊല്ലിക്കൊണ്ട കിണറിലേക്ക് ആ പൊന്നുമോളൊന്ന് തുപ്പേണ്ട താമസം, ഈ പൊന്നുമോളോട് ഊണീര് കിണറ്റിലെത്തേണ്ട താമസം, ആ കിണറ്റിന്റെ അടിയിലുണ്ടായിരുന്ന വെള്ളം അങ്ങ് ഉയർന്നു വരാൻ തുടങ്ങി.
കിണറിലുള്ള വെള്ളം ഉയർന്നു വരാൻ തുടങ്ങി. ഏകദേശം കിണറിന്റെ മുകൾ ഭാഗത്ത് വെള്ളമെത്തിയപ്പോൾ സുലൈമാനുൽ ജുസൂരി തങ്ങളെ വുളൂ ചെയ്തു, വെള്ളം കുടിച്ചു. ശിഷ്യന്മാര് വുളൂ ചെയ്യുന്നു, വെള്ളം കുടിക്കുന്നു. അവരുടെ തോൽപാത്രവും നിറക്കുകയാണ്. എന്നിട്ട് തങ്ങൾ ആ പൊന്നുമോളെ അടുത്ത് വിളിച്ചുകൊണ്ട് പറയുന്നു, മോളെ ഞാനൊരു തങ്ങളാ, പൊന്നുമോളെ ഞാനൊരു തങ്ങളാണ്, എന്റെ കൂടെയുള്ളത് എന്റെ മുതഅല്ലിമീങ്ങളാണ്. മോളെ, ഒരു തങ്ങളായ എനിക്ക് പോലും ലഭിക്കാത്തതായ ഒരു അത്ഭുത സിദ്ധി പൊന്നുമോളെ ഞാൻ എന്റെ കാര്യത്തിൽ അത്ഭുതം തോന്നുകയാണ്. എന്റെ പൊന്നുമോളെ എനിക്ക് പോലും ലഭിക്കാത്ത ഒരു അത്ഭുത സിദ്ധി നിനക്ക് ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോള് പറഞ്ഞ മറുപടിയാണ് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ടത്. ആ പൊന്നുമോള് പറഞ്ഞതായ മറുപടി എന്തെന്നറിയുമോ? തങ്ങളെ, എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല തങ്ങളെ, എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല തങ്ങളെ, എങ്ങനെ നിസ്കരിക്കണമെന്ന് എനിക്കറിയില്ല തങ്ങളെ, പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട് തങ്ങളെ. ഏത് സമയത്ത് എനിക്ക് ഒഴിവ് കിട്ടുന്നുവോ ആ സമയത്തെല്ലാം എന്റെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് തങ്ങളെ എന്ന് ആ പൊന്നുമോള് പറഞ്ഞു പോയെങ്കിൽ, ആ പൊന്നുമോളുടെ നാവിലൂടെ സ്വലാത്ത് വന്നതെങ്കിൽ, ആ നാവിലൂടെ വന്നതായ സ്വലാത്ത് ചൊല്ലുന്ന നാവിലൂടെ വന്നതായ ഉമുനീര് കിണറ്റിലേക്ക് പതിച്ചതെങ്കിൽ, ആ ഉമുനീരിന്റെ ബറക്കത്ത് കൊണ്ട് കിണറ്റിലുള്ള വെള്ളം അങ്ങ് ഉയർന്നു വന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, എത്രത്തോളം മഹത്വമുണ്ട് സ്വലാത്തിന്, എത്രത്തോളം മഹത്വമുള്ളതാണ് സ്വലാത്ത്. പക്ഷേ നമ്മളത് നിസ്സാരമായി കാണരുത്. വളരെയധികം മഹത്വമുള്ളതാണ് സ്വലാത്തിന്റെ മഹത്വം. നിങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് ചൊല്ലി നിരന്തരം അത് ചൊല്ലുമ്പോഴാണ് നമുക്ക് അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത, എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനാണ് ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവനെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് എന്തുകൊണ്ടാ സ്വലാത്ത് അധികരിപ്പിച്ചുകൂടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനുള്ള മാർഗമാണ് സ്വലാത്ത്. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും അതിന്റെ അർത്ഥം വെക്കാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങളിൽ നിന്നൊരാളും തന്നെ പരിപൂർണ വിശ്വാസിയാവുകയില്ല ഏതുവരെ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും മറ്റുള്ള എല്ലാവരെക്കാളും ഞാൻ ഏറ്റവും അവന് ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ ഒരാളും തന്നെ പരിപൂർണ വിശ്വാസിയാവുകയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുകയെന്നറിയുമോ? എങ്ങനെയാ അല്ലാഹുവിന്റെ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുക? ഗൾഫിലുള്ള മകനെ നാട്ടിലുള്ള മാതാവ് ഫോൺ ചെയ്തുകൊണ്ട് വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഫോൺ ചെയ്തുകൊണ്ട് അവിടുത്തെ മാതാവിന്റെ സ്നേഹം പങ്കുവെക്കാറുണ്ട്. പഴയ കാലത്താണെങ്കിൽ അവിടുന്ന് സ്നേഹം പങ്കുവെക്കാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹിയുമായുള്ള സ്നേഹം എങ്ങനെയാ നമ്മൾ പങ്കുവെക്കുക? അതാണ് പറഞ്ഞത്, റസൂലുള്ളാഹിനെ സ്നേഹിക്കാനുള്ള മാർഗമാണ് സ്വലാത്ത്. ഈ സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ ആരാരും നമ്മെ സഹായിക്കാനില്ലാത്ത ഒരു സമയം നമുക്ക് വരാനുണ്ട്. ആരും തന്നെ നമ്മെ സഹായിക്കാനില്ലാത്തതായ ഒരു സമയം നമുക്ക് വരാനുണ്ട്. പ്രിയമുള്ളവരെ, ഖിയാമത്ത് നാൾ കഴിഞ്ഞുകൊണ്ട് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നതായ ഒരു സമയം വരാനുണ്ട്. സൂറത്തുൽ ഹജ്ജിലൂടെ പറയുന്നുണ്ട്, യൗമ തറൗനഹാ തസ്അലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് വതളഅ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറൻ നാസ സുകാറാ വമാ ഹും ബിസുകാറാ
വലാകിന്ന അസാബല്ലാഹി ശദീദ് യൗമ തറൗനഹാ കുല്ലു മുർദിയത്തിൻ അമ്മാ അർളഅത് എല്ലാ മുലയൂട്ടുന്നതായ സ്ത്രീകളും അവർക്കുള്ളതായ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞ് ഓടുന്നതായ ഒരു ദിവസം വരാനുണ്ട്. എല്ലാ ഗർഭിണികളായ പെണ്ണുങ്ങളും അവർ പോലും അറിയാതെ പ്രസവിച്ചു പോകുന്ന ഒരു സമയം വരാനുണ്ട്. ജനങ്ങളെ എല്ലാവരും ലഹരി ബാധിച്ചവരാണ് കഴിയുമ്പോൾ എന്നാലോ യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിച്ചവരല്ല, യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിച്ചവരല്ല. പിന്നെ എന്താണെന്നറിയുമോ? വലാകിന്ന അസാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ കഠിനമാണ്, കഠോരമാണ്. അതിൽ നിന്നും ഭയന്നുകൊണ്ടാണ് അവര് ലഹരി ബാധിച്ചവരെ പോലെ നിൽക്കുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ സമയം വരുമ്പോൾ സഭയിൽ എല്ലാവരും ഇങ്ങനെ ഒരു ചാണുയരത്തിലെന്ന് പറയാറുണ്ട് സാധാരണയെങ്കിലും. കിതാബുകളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു സുറുമക്കോൽ ഉയരത്തിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമത്രേ. ഒരു സുറുമക്കോൽ ഉയരത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ അതിൽ നിന്ന് നമ്മളെല്ലാവരും വേഗത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊളിക്കുമ്പോഴാണ് എല്ലാവരും എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലേക്കും ആളുകൾ ചെല്ലുന്നു, പറഞ്ഞേക്കുന്നു അടുത്ത പ്രവാചകനിലേക്ക്. അങ്ങനെ ഓരോരുത്തരുടെയും അടുക്കലേക്ക് ചെല്ലുന്ന സമയത്ത് അവസാനമായി എത്തുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ജനങ്ങളെല്ലാവരും ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന സമയത്ത് പ്രിയമുള്ളവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ിലേക്ക് ചെല്ലുമ്പോൾ പ്രവാചകൻ കരയുകയാണ്. എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്? സഹാബത്തെ കിറാമിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബത്തെ കുല്ലി നബിയും മനാബിറും ബിദഹബ്, എല്ലാവർക്കും സ്വർണ്ണത്തിനാലുള്ള കസേരകൾ ഉണ്ടാകും. എല്ലാവരും അവരുടെ കസേരകളിൽ ഇരിക്കുമ്പോൾ ഞാൻ മാത്രം അവിടെ നിൽക്കും സഹാബത്തെ. എല്ലാ പ്രവാചകന്മാരും അവർക്കുള്ളതായ കസേരയിലിരിക്കുമ്പോൾ ഞാൻ മാത്രം അവിടെ നിൽക്കും സഹാബത്തെ. സഹാബാക്കിറാം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് മാത്രം എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബാക്കിറാമിനോട് പറഞ്ഞു കൊടുക്കുന്നു, സഹാബത്തെ കസേരയിൽ അങ്ങനെ ഇരുന്നു പോയാൽ എന്റെ സമുദായത്തിനെ രക്ഷപ്പെടുത്താൻ ആരാ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അങ്ങനെ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ജനങ്ങളെല്ലാവരും അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ എത്തുന്ന സമയത്ത് പ്രവാചകൻ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞ് സുജൂദിലായി വീഴുകയാണ്. ഓടുന്നു കരഞ്ഞ് ഓടിക്കൊണ്ട് അവസാനം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി കിടക്കുകയാണ്. എന്തിനു വേണ്ടിയാ അല്ലാഹുവിന്റെ റസൂൽ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ എന്തിനു വേണ്ടിയാ കരയുന്നത്? ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് അല്ലാഹുവിന്റെ റസൂലിന് കരയേണ്ട ആവശ്യം? അല്ലാഹുവിന്റെ റസൂൽ കരയുന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയുമോ? എന്ത് പറഞ്ഞുകൊണ്ടാണെന്നറിയുമോ? അല്ലാഹുവിന്റെ മുമ്പിൽ കടന്നുകൊണ്ട് പറയുന്നു, ഉമ്മത്തീ സല്ലിം, ഉമ്മത്തീ സല്ലിം, പടച്ചവനെ എന്റെ സമുദായമാണ്, എന്റെ സമുദായമാണ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി കരയുമ്പോ, സഹോദരങ്ങളെ, ആ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ശുപാർശ തേടുന്ന കൂട്ടത്തിൽ നമുക്ക് പെടണമെന്നുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ ശുപാർശ സ്വീകരിക്കുമ്പോൾ നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ശുപാർശ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സ്വലാത്താണ്.
ആ സ്വലാത്ത് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം നമുക്ക് അത് ഖൈറായി മാറും. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു നമുക്ക് 10 ഗുണമാണ് നമ്മിലേക്ക് ചെയ്യുന്നത്. 10 ഗുണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്യുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എത്രയോ സമയം നമുക്ക് കിട്ടുന്നുണ്ട്, എത്രയോ സമയം നമുക്ക് നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം വിനിയോഗിക്കുമ്പോൾ ഈ ഒരു വ്യാഴാഴ്ച ദിവസം മാത്രമല്ല, സദാസമയത്തും ഒഴിവ് കിട്ടുന്ന സമയത്തെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കണം. എന്നാൽ അത് നമുക്ക് വളരെയധികം പുണ്യമുള്ള മഹാനായിരിക്കുന്ന മുഹമ്മദ് ഇബ്നു യഹ്യ അൽ-ഖിർവാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞാൻ എന്റെ പിതാവ് അലി ഇബ്നു ഷാദാന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ഒരു യുവാവ് വന്നുകൊണ്ട് സലാം ചൊല്ലി ചോദിക്കുന്നു, ആരാണ് അലി ഇബ്നു ഷാദാൻ, ആരാണ് അലി ഇബ്നു ഷാദാൻ എന്ന് ചോദിക്കുമ്പോൾ അലി ഇബ്നു ഷാദാൻ എന്നവർ പറയുന്നു, ഞാൻ തന്നെയാണ്. എന്തേ വന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ട സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് കാണുകയാണെങ്കിൽ എന്റെ സലാം പറയണമെന്ന് എന്നോട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെന്ന് ആ യുവാവ് വന്ന് പറഞ്ഞപ്പോൾ അലി ഇബ്നു ഷാദാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങനെ കരയുകയാണ്. കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സലാം പറഞ്ഞിട്ടുണ്ടത്രേ. എന്തേ ഇതിന് കാരണം? ഇതിന് കാരണം എന്താണെന്നറിയുമോ? ഒരേ ഒരു കാരണമേ ഞാൻ കാണുന്നുള്ളൂ, ഒരേ ഒരു കാരണമേ ഞാൻ കാണുന്നു. അതെന്താണ്? ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നിരന്തരം വായിക്കുന്ന ആളാണ്. മാത്രമല്ല സ്വലാത്തിനെ ഞാൻ വർദ്ധിപ്പിക്കുന്ന ആളുമാണെന്ന് അലി ഇബ്നു ഷാദാൻ എന്നവർ പറഞ്ഞു പോയെങ്കിൽ എത്രമേൽ ചിന്തിക്കേണ്ട വിഷയമാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമുക്ക് ോളം നമ്മൾ ചൊല്ലിയാൽ മഹാനായിരിക്കുന്ന തഴവ ഉസ്താദ് പാടിയില്ലേ, ദിവസം 150 ചൊല്ലി വന്നാലിന്ന് നബി ഹസ്തദാനം ചെയ്യും അവനെയുമന്ന്. ഇത് ബിഗയിൽ നീ നോക്കിയാൽ കാണുന്നതാ 77-ാം പേജറിൽ വിവരിക്കുന്നതാ. ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ, ദിവസം 50 സ്വലാത്ത് ചൊല്ലി വന്നാൽ നാളെ അല്ലാഹുവിന്റെ റസൂല് അവനെ ഹസ്തദാനം ചെയ്യുമെന്ന് അറിയിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, മാത്രമല്ല ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം ദിക്റാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ആ ദിക്റിന്റെ മഹത്വം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് ദിക്റിനെ കുറിച്ച് പറയാനുണ്ട്. സ്വലാത്തിന്റെ മഹത്വത്തിൽ നിന്നും അല്പമാണ് ഇവിടെ പറഞ്ഞത്. ഇനിയും എത്രയോ സംഭവങ്ങൾ നമ്മൾ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത് നമുക്ക് നേട്ടമുള്ള കാര്യമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെയാണ് സ്വതക്കയുടെ കാര്യം എടുത്ത് പരിശോധിച്ചാലും സ്വതക്കയുടെ കാര്യം ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. സ്വതക്കയുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ അതും വളരെയധികം പുണ്യമാണ്. സ്വതക്ക സർവ വിപത്തുകളെയും തടയുന്നതാണ്. സ്വതക്ക പല ആപത്തുകളെയും തടയുന്നതാണ്. അത്ഭുതകരമായി പോയി ഒരു സംഭവം ഓർമ്മ വന്നു. താലിബീനിൽ ഇത് പറയുന്നുണ്ട്. സ്വതക്ക എന്നുള്ളത് അസ്വദഖത്തു റദ്ദുൽ ബലായ എന്ന ഹദീസ് പറഞ്ഞുകൊണ്ട് അതിന് ഇഹ്യാ ഉലൂമുദ്ദീൻ വിശദീകരിക്കുകയാണ്. അതിൽ എന്താണ് വിശദീകരിക്കുന്നത്? ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് അസ്വദഖത്തു റദ്ദുൽ ബലായ എന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തെ കിറാമിന് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബത്തെ ബനൂ ഇസ്രായേലിലുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സ്വതക്കയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബനൂ ഇസ്രായേലിലുള്ളതായ ഒരു സ്ത്രീ, ആ പെണ്ണ് നല്ല രീതിയിൽ, ആ പെണ്ണിന്റെ ഭർത്താവ് വിദേശത്തായിരുന്നു. പക്ഷേ ആ പെണ്ണിന്റെ ഭർത്താവിന്റെ മാതാവ്
അമ്മായിയുമായി പൊരുത്തത്തിലല്ലായിരുന്നു. പെണ്ണിന്റെ അമ്മായിമ്മക്ക് ഈ പെണ്ണിനെ തീരെ കണ്ടുകൂടായിരുന്നു. അങ്ങനെ ഇരിക്കെ പെണ്ണിന്റെ ഭർത്താവ് എഴുതുന്നത് പോലെ ഒരു കത്ത് അമ്മായിമ്മ എഴുതുകയാണ് മരുമകൾക്ക്. അമ്മായിമ്മ എഴുതുന്നു, ഭർത്താവ് എഴുതുന്നത് പോലെ ഒരു കത്ത്. എന്താ ചൊല്ലിയിട്ടുണ്ട്, നിന്നെ 3 ത്വലാഖും ചൊല്ലിയിട്ടുണ്ടെന്ന് അമ്മായിമ്മ കത്തെഴുതി കൊടുക്കുകയാണ് മരുമകൾക്ക് മകൻ എഴുതുന്നത് പോലെ. പെണ്ണ് അത്ഭുതപ്പെട്ടു പോയി. എന്തു പറ്റി എന്റെ ഭർത്താവിന്? അവിടുന്ന് ചിന്തിക്കുന്നു, എന്നോട് സ്നേഹമുള്ള ഭർത്താവായിരുന്നല്ലോ, പക്ഷേ എന്റെ ഭർത്താവ് എന്തേ എന്ന് ത്വലാഖ് ചൊല്ലിയത്? അതുകൊണ്ട് ഇവിടെ ഉചിതമല്ലെന്ന് മനസ്സിലാക്കി തന്റെ 2 ആൺകുട്ടികളുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ ഭർത്താവ് ചെയ്തതല്ല എന്ന് പെണ്ണിനറിയില്ലല്ലോ. അമ്മായിമ്മ ചെയ്ത പണിയാണെന്ന് പെണ്ണിനറിയാതെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി. തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി റൊട്ടി കച്ചവടവുമായി ആ പെണ്ണ് കച്ചവടം തുടങ്ങി. ആ സമയത്താണ് ആ നാട്ടിലുള്ളതായ രാജാവ് ഒരു നിതാഖാത്ത് പുറപ്പെടുവിക്കുന്നത്. സൗദി നിതാഖാത്ത് പുറപ്പെടുവിച്ചതുപോലെ അവിടുന്ന് പുറത്തു നിന്ന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ജോലി നൽകാൻ പാടില്ല എന്ന് തുടങ്ങുന്നതായ ഒരു നിതാഖാത്ത് അന്നത്തെ രാജാവ് പുറപ്പെടുവിച്ചു. ഈ പെണ്ണിന്റെ മുമ്പിലേക്ക് പല യാചകന്മാര് വരികയാണ്. കൂട്ടത്തിൽ പാവപ്പെട്ട ഒരു മനുഷ്യന് ആ പെണ്ണിന്റെ മുമ്പിലേക്ക് വരുന്നു. തന്റെ വയറൊട്ടിയ ആ വയറ് കാണിച്ചുകൊണ്ട് ആ പെണ്ണിനോട് പറയുന്നേ, 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വല്ലതും തരണേ എന്ന് പറയുമ്പോൾ ഈ പെണ്ണ് പറയുകയാണ്, ഉപ്പാ എനിക്ക് തരാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ തന്നു കഴിഞ്ഞ രാജാവിന്റെ തീരുമാനമാണ്. ആർക്കും തന്നെ ഒന്നും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനാണ് തന്നത് എന്നറിഞ്ഞാൽ എന്റെ കൈ അങ്ങ് മുറിച്ചു കൊണ്ടുപോകും. എന്റെ കൈ ാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെയാ തരിക? വീണ്ടും യാചകൻ പറയുന്ന പോലെ ഞാൻ ആരോടും പറയുകയില്ല. എനിക്ക് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ചോദിക്കുകയാണ്. ഈ വിശപ്പ് കണ്ടപ്പോൾ ആ പെണ്ണ് 2 റൊട്ടി എടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ ഒന്ന് ആർത്തിയോടുകൂടെ ആ പാവപ്പെട്ട മനുഷ്യൻ അങ്ങ് ഭക്ഷിച്ചു പോകുന്നു. ഒന്ന് ആർത്തിയോടുകൂടെ ആ മനുഷ്യൻ ഭക്ഷിച്ചു. ഒന്ന് അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ വെക്കുകയാണ്, അദ്ദേഹത്തിന്റെ ബാഗിൽ വെക്കുകയാണ്. അങ്ങനെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ പട്ടാളക്കാർ വന്നുകൊണ്ട് രാജാവിന്റെ കിങ്കരന്മാര് വന്നുകൊണ്ട് ആ മനുഷ്യനെ പരിശോധിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എവിടുത്തുകാരനാണ്? അദ്ദേഹത്തിന്റെ സഞ്ചി എടുത്തുകൊണ്ട് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നതാ ഒരു റൊട്ടി കിട്ടുകയാണ്. എവിടെന്ന് കിട്ടിയതാണിതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നില്ല. അവസാനം ആ മനുഷ്യൻ അങ്ങനെ മർദ്ദനം കിട്ടുമ്പോൾ ആ മനുഷ്യനെ അങ്ങ് മർദ്ദിച്ച് ഇന്നാലിന്ന സ്ഥലത്തുള്ളതായ ആ പെണ്ണ് തന്നതാണെന്ന് ആ മനുഷ്യൻ അങ്ങ് പറഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. രാജാവ് വിവരം അറിഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ കൊണ്ടുവരാൻ പറയുന്നു. പെണ്ണിനെയും മക്കളെയും കൊണ്ടുവന്നു. ഈ വിവരം രാജാവ് അറിഞ്ഞപ്പോൾ ആ പെണ്ണിന്റെ 2 കരങ്ങളും അങ്ങ് ഛേദിച്ചു കളഞ്ഞു. ആ പെണ്ണിന്റെ 2 കൈയും അങ്ങ് മുറിച്ചു കളഞ്ഞു. തന്റെ 2 മക്കളെ വിളിച്ചുകൊണ്ട് ചോരയൊലിക്കുന്നതായ ആ കൈകൾ കാണിച്ചുകൊണ്ട് ഉമ്മ പറയുകയാണ്, കുഞ്ഞുമക്കളെ ഉമ്മയുടെ മുറിച്ചുവല്ലോ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട് മോനെ, അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ തുള്ളി വെള്ളം കൊണ്ടുവാ എന്ന് ഉമ്മ മൂത്ത മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്നു. 1ാമത്തെ മകൻ അടുത്തുള്ളതായ അരുവിയിൽ പോയി വെള്ളം കോരാൻ നോക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അചഞ്ചലമായ വിധി കൊണ്ട് ആ കുട്ടിയതാ ആ അരുവിയിലേക്ക് വീണ് മുങ്ങിത്താഴുകയാണ്. സഹിക്കാൻ പറ്റില്ല, ഉമ്മാക്ക് സഹിക്കാൻ പറ്റുന്നില്ല. 2ാമത്തെ മോനെ വിളിച്ചുകൊണ്ട് ഉമ്മ പറയുകയാണ്, മോനെ എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങ് മരിച്ചു പോയേക്കാം. അതുകൊണ്ട് പൊന്നുമോനെ, നിന്റെ ഇക്കാക്കയാണ് ആ കാണുന്ന അരുവിയിൽ മുങ്ങിത്താഴുകയാണ്. നീ ചെന്നുകൊണ്ട് നിന്റെ ഇക്കയെ രക്ഷപ്പെടുത്തണേ.
മോനെയും പറഞ്ഞയച്ചു. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ മോന് ചെന്ന് അതുപോലെ തന്നെ അരുവിയിലേക്ക് വീണുകൊണ്ട് രണ്ട് മക്കളും ഇങ്ങനെ മുങ്ങി താഴുന്നത് ഉമ്മ കണ്ട സമയത്ത് സഹിക്കാൻ പറ്റിയില്ല. അല്ലാഹ് എന്നൊരു വിളിയഞ്ഞ് വിളിച്ചപ്പോഴാണ് ആ പെണ്ണിന്റെ അടുക്കലേക്ക് ഒരു മലക്ക് വന്ന് ചോദിക്കുന്നു, പെണ്ണേ നിനക്കെന്ത് വേണമോ ഇപ്പോൾ ചോദിച്ചോ, നിനക്കെന്ത്? പെണ്ണ് പറയുന്നു, എനിക്കൊന്നും വേണമില്ല, എന്റെ രണ്ട് മക്കളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ വളരെ നന്നായിരുന്നു. തന്റെ ചിറകുകൾ കൊണ്ട് ആ മക്കളെ രക്ഷപ്പെടുത്തിയിട്ട് ആ മക്കളെ പെണ്ണിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തു. അവർക്ക് നഷ്ടപ്പെട്ടതായ കയ്യിൽ തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പെണ്ണെ ഇത്രത്തോളം എനിക്ക് അപകടം വന്നത് എന്റെ അമ്മായിമ്മ എഴുതിയൊരു കത്താണ് കേട്ടോ, എന്റെ അമ്മായിമ്മ എഴുതി പറ്റിച്ചതായ ഒരു കത്താണ്. എന്റെ ഭർത്താവ് ഇന്നെ ത്വലാഖ് ചൊല്ലിയിട്ടില്ല, അതുകൊണ്ട് മോളെ നീ നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം, ഭർത്താവിന്റെ തിരിച്ചു പോകണം. നിന്റെ അമ്മായിമ്മയെന്നോ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്, നീ ചെല്ലണം. എന്നിട്ട് പറയുകയാണ്, ഇത്രത്തോളം നിനക്ക് നിഅമത്ത് ലഭിക്കാൻ നഷ്ടപ്പെട്ടത് മുഴുവനും നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? നിന്റെ കൈ നഷ്ടപ്പെട്ടു, തിരിച്ചു കിട്ടിയല്ലോ. നിന്റെ മക്കളെ നഷ്ടപ്പെട്ടു, അതും തിരിച്ചു കിട്ടി. നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അതും നിനക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇത്രത്തോളം നിനക്ക് തിരിച്ചു കിട്ടാനുള്ള കാരണം എന്തെന്നറിയോ? ഒരു പാവപ്പെട്ട മനുഷ്യൻ നിന്റെ മുമ്പിൽ വന്ന് കരം നീട്ടിയപ്പോൾ നീ ഒരു റൊട്ടി കഷ്ണം കൊടുത്തില്ലേ? നീ റൊട്ടി കൊടുത്തില്ലേ ആ പാവപ്പെട്ട മനുഷ്യന്? അതിന്റെ മഹത്വം കൊണ്ടാണ്, ആ സ്വതത്തയുടെ മഹത്വം കൊണ്ടാണ് പെണ്ണേ, ആ സ്വതത്തയുടെ മഹത്വം കൊണ്ടാണ് പെണ്ണേ നീ ഇത്രത്തോളം നീ എനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും തിരിച്ചു കിട്ടിയത്. പറഞ്ഞു പോയെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. സ്വലാത്തിന്റെ കാര്യം, ദിക്റിന്റെ കാര്യം, ഇതെല്ലാം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപക്ഷേ അതുകൊണ്ടെല്ലാം ആയിരിക്കാം നമ്മൾ രക്ഷപ്പെട്ടു പോവുക. നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, പക്ഷേ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നിസ്കാരത്തിലായിരിക്കും വരിക. പിന്നെ ഒരുപക്ഷേ നമ്മൾ രക്ഷപ്പെട്ടു പോവുക ഇതുപോലെയുള്ള മറ്റുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ടുമായിരിക്കാം. കാരണം നമുക്കെന്നെ അറിയാമല്ലോ, മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണസമയമായപ്പോ അല്ലാഹുവിനോട് പറഞ്ഞുവല്ല, പടച്ചവനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം തരണമല്ലാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ ചോദിക്കുന്നു, നബിയെ നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളത്? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാ. ഈ സമയത്ത് പടച്ച തമ്പുരാനോട് പറയുന്നു, മൂസാ നബി ഇതിനൊക്കെ പ്രതിഫലമായിട്ട് സ്വർഗം തന്നൂടെ അല്ലാ എന്ന് ചോദിക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ പറയുന്നു, മൂസാ നബിയെ നിങ്ങളൊന്ന് സങ്കൽപ്പിക്കുക, നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ച അന്ന് മുതൽ നിങ്ങൾ നിസ്കാരം തുടങ്ങി, ഉമ്മ പ്രസവിച്ച നിസ്കാരം തുടങ്ങിയെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് മരിക്കുന്നത് വരെ 100, 150, 200, 80 മരണം വരെ നിങ്ങൾ ആ നിസ്കാരവും നോമ്പും ഇബാദത്തുമായി കഴിച്ചുകൂട്ടി മരിക്കുന്ന സമയം വരെ നിങ്ങൾ ഇബാദത്തായി കഴിഞ്ഞുകൂടിയാലും മൂസാ നബിയെ നിങ്ങൾക്ക് ശ്വസിക്കാനുള്ള ശ്വാസം തന്നതിന് നന്ദിയാകൂല മൂസാ നബിയെ എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു പോയെങ്കിൽ നിങ്ങൾ ശ്വസിച്ചതായ ഒരു ശ്വാസത്തിന് നന്ദി മുഴുവനും ഇബാദത്ത് ചെയ്താലാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു പോയെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്കൊന്നും ഇബാദത്ത് കൊണ്ട് ഒരു പക്ഷേ രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ആ സമയത്ത് ഒഴിവ് കിട്ടുമ്പോഴൊക്കെയും നമ്മുടെ സ്വലാത്ത് നമ്മുടെ നാവിലൂടെ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഉയർന്നുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ സ്വതന്ത്രയുടെ കാര്യവും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, പാപികളാണ്, ദോഷികളാണ് റബ്ബേ, ദിനവും ദോഷങ്ങൾ ചെയ്തു കൂട്ടുന്നവരാണ് റബ്ബേ. ഞങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ കണക്കനുസരിച്ച് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ.